നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മലർക്കണ്ടി. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് 13-14 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പല സബ്സ്ക്രൈബേഴ്സും അത് കൂടുതൽ കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് വീട് നിർമ്മിക്കുന്ന ആളുകൾ, ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ നിർമ്മിക്കാൻ പോകുന്ന ആളുകളാണ് കൂടുതൽ ഇത്തരം വീഡിയോസ് വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അറിയാൻ താല്പര്യമുള്ളവർ ക്ഷമയോടുകൂടി മുഴുവൻ കേട്ടിരിക്കാൻ താല്പര്യപ്പെടും. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ വീഡിയോസിൽ ഒരു മാറ്റങ്ങൾ വരുത്തിയ അവർക്ക് കൂടി പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. കാരണം 14 മിനിറ്റുള്ള വീഡിയോസിലൊക്കെ ഞാൻ പല ടിപ്സും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് വീഡിയോ പോകുന്നതിനനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകമായി എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ആ പോയിന്റ്സ് മാത്രം എടുത്ത് ചെറിയ വീഡിയോസ് ആക്കിയാൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. കാരണം തമ്പനയിൽ നോക്കിയിട്ടാണ് പലരും ആ വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണോ പ്രത്യേകമായിട്ട് അത് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് 3-4 മാക്സിമം 5 മിനിറ്റുള്ള വീഡിയോസ് ആണെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് 5 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, ചില ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം വീഡിയോസ് കുറച്ച് വരും. എന്നാലും ഞാൻ 13-14 മിനിറ്റുള്ള സബ്ജക്റ്റിന് പ്രാധാന്യമുള്ള വീഡിയോസ് അതേ സമയം എടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയും ഉണ്ടാകും. അതോടൊപ്പം കുറച്ച് വീഡിയോസ്, വളരെ ചെറിയ വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ചില വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് ചിലർക്ക് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. എലിവേഷൻ കാണുന്ന സമയത്ത് ചില വീടുകൾ ഉയർന്നിരിക്കുന്നത് കാണാം, എന്നാൽ ചില വീടുകൾ കുറച്ച് ഉയർച്ചയില്ലാത്തതുപോലെ താഴ്ന്നിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മിക്കവാറും എല്ലാ ആളുകളും വീട് നിർമ്മിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഹൈറ്റ് ഒരു 45 സെൻറ്റിമീറ്റർ തറയും അതിനുശേഷം ഒരു 3 മീറ്ററിൻ്റെ സ്ലാബ് ഹൈറ്റ്, അതല്ലെങ്കിൽ 3-10. ഇതിൽ കൂടുതലൊന്നും ആരും ഹൈറ്റ് കൂട്ടാറില്ല. എന്നാൽ ഈ 3.45 3.55 ഉള്ള ഈ ഹൈറ്റ് പല വീടുകൾക്കും പല മാതിരിയാണ് കാണുന്നത്. ചില വീടുകളുടെ ഹൈറ്റ് അധികം തോന്നിക്കില്ല, ചില വീടുകളുടേത് കൂടുതൽ തോന്നിക്കും. ഈ വീഡിയോയിലെ ട്രിക്സ് അതാണ്. പലരും വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ സൺഷെയ്ഡിനൊരു ഹൈറ്റ് ഉണ്ട്. 2.10 ആ സൺഷെയ്ഡിൻ്റെ ഹൈറ്റിൽ ഒരു ഓൾറൗണ്ട് സൺഷെയ്ഡ് ചെയ്യും. അതിനുശേഷം സ്ലാബ്, മെയിൻ സ്ലാബ് നമ്മൾ 3 മീറ്ററിലാണെങ്കിൽ അവിടെയും ഒരു 4 ഇഞ്ചിൻ്റെ കട്ടിങ് സ്ലാബ് പ്രൊജക്ഷനായിട്ട് ഒരു 10-20 സെൻറ്റിമീറ്റർ ചെയ്യും. അതിനുശേഷം പാരപ്പറ്റ് കെട്ടിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു ബോർഡറും ഇടും. ഇതാണ് സാധാരണ എല്ലാ വീടുകൾക്കും, പല വീടുകൾക്കും മുമ്പ് കാലങ്ങൾ മുതൽ തന്നെ ചെയ്തു വന്നിരുന്ന ഒരു സ്റ്റൈല്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ വീടിൻ്റെ ഓരോ ഹൊറിസോണ്ടൽ ലൈൻസും, ഓരോ ഹൊറിസോണ്ടൽ ഈ ചുറ്റലുകളും ആ വീടിൻ്റെത് ഹൈറ്റ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ചില ഷർട്ടുകൾ ഇട്ടാൽ ഹൈറ്റ് തോന്നിക്കും, ചിലതിട്ടാൽ തടി തോന്നിക്കും. അതെന്തുകൊണ്ടാണ്? ഈ ഷർട്ടിൻ്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, അതായത് ചുറ്റിയുള്ള ലൈൻസ് ഉള്ള ഷർട്ടുകൾ ഇടുമ്പോൾ നമ്മൾ തടി കൂടുതൽ തോന്നിക്കും. അതേ കാര്യം തന്നെയാണ് ഇവിടെയും. ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ കുറേ ചുറ്റുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിന് സൈസ് തോന്നിക്കാത്തത്. അത് ഇല്ലാതാക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു സൺഷെയ്ഡ് ചെയ്യുമ്പോൾ 2.10 സൺഷെയ്ഡ് ചെയ്യുന്നതെങ്കിൽ അത് പീസ് സൺഷെയ്ഡായിട്ട്, അതായത് ഒരു ജനലിന് മാത്രം, ഒരു വിൻഡോന് മാത്രം സൺഷെയ്ഡ് ചെയ്യുക. അങ്ങനെ എത്ര വിൻഡോസ് ഉണ്ടോ എല്ലാ വിൻഡോസിനും സൺഷെയ്ഡ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ കാര്യം. സാധാരണ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എടുക്കുന്ന വീടുകൾക്ക് സ്ലാബിന് പ്രൊജക്ഷൻ ഇടാറില്ല. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോർ ചെയ്തിട്ട് അതിന് മുകളിലാണ് പ്രൊജക്ഷൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹൈറ്റ് തോന്നിക്കും. എന്നാൽ ചില ആളുകൾ അവിടെയും പ്രൊജക്ഷൻ ഇട്ടുകൊണ്ട് അതിനെ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഞാനിവിടെ പറയുന്നത് ഒരു നില മാത്രം ഉള്ള വീടിനെയും ഉയർത്തിക്കാട്ടുവാനുള്ള ഒരു ട്രിക്കാണ്. 2.10 നിങ്ങൾ സൺഷെയ്ഡ് ഇടുന്നു. ആ സൺഷെയ്ഡിൻ്റെ പ്രൊജക്ഷൻ സാധാരണ ഓരോ വിൻഡോസിനും വേറെ ചെയ്യുന്നു, ഓൾറൗണ്ട് ചെയ്യുന്നില്ല. അതിനുശേഷം സ്ലാബ് ചെയ്യുന്നു, സ്ലാബിനും നിങ്ങൾ പ്രൊജക്ഷൻ ഇടുന്നില്ല. വീണ്ടും പാരപ്പറ്റ് കെട്ടുന്നു, ഫ്ലഷ് വാൾ ചെയ്തു പോകുന്നു. അതിനുശേഷം അവിടെ നമ്മൾ സ്ലാബിന് ഇടുന്ന ആ പ്രൊജക്ഷൻ, 20 സെൻറ്റിമീറ്ററിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ സ്ലാബിൽ മുമ്പ് സാധാരണ കേസിൽ ഇടാൻ വിചാരിക്കുന്ന ആ സ്ലാബിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ ഈ പാരപ്പറ്റിൻ്റെ മുകളിലിടുക. അതായത് 3 മീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും 85 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് 5 സെൻറ്റിമീറ്ററിൻ്റെ തിക്നെസ്സിൽ 20 സെൻറ്റിമീറ്ററാണ് നിങ്ങളുടെ പ്രൊജക്ഷനെങ്കിൽ ആ 20 സെൻറ്റിമീറ്റർ അവിടെ ചെയ്ത് കഴിയുന്ന സമയത്ത് വെള്ളം നനഞ്ഞൊഴുകുന്നതിനുള്ള ഒരു വാട്ടർ കട്ടിങ് നമുക്ക് അവിടെ ചെയ്യാനും പറ്റും. ഇത് മൊത്തമായിട്ട് വീടങ്ങോട്ട് ഉയരും.
വിൻഡോസിന് സൺഷെയ്ഡ് ഉണ്ട്, അത് അവിടെ മാത്രം ഒതുങ്ങിയിട്ട് ബാക്കിയുള്ള ചുമരൊക്കെ ഫ്ലഷ് വാളായിട്ട് പൊന്തി കിട്ടും. അതോടൊപ്പം തന്നെ ഏറ്റവും മുകളിൽ വന്ന ആ പാരപ്പറ്റിൻ്റെ ഹൈറ്റിൽ ഒരു 85 സെൻറ്റിമീറ്റർ നമ്മൾ പാരപ്പറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിലായിട്ട് 2 ഇഞ്ച് കനത്തിൽ നമ്മളൊരു സ്ലാബിന് പ്രൊജക്ഷൻ കൂട്ടിയിടുന്നു. 20 സെൻറ്റിമീറ്ററോളം അതിനൊരു ചാട്ടം ഇട്ടുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു കോൺക്രീറ്റിൻ്റെ ചെറിയൊരു തിൻ സ്ലാബ് നമ്മളവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വാട്ടർ കട്ടിംഗ് ഒക്കെ ചെയ്യാം. വീട് മൊത്തമായിട്ട് അങ്ങോട്ട് ഉയർന്നു നിൽക്കും. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 വിധത്തിൽ ചെയ്യുമ്പോഴും ഒരേ ഹൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വീടിന് വളരെ ഹൈറ്റ് ഉള്ളതായിട്ട്, വളരെ ഉയർന്നു നിൽക്കുന്നതായിട്ട് ഒരു പ്രത്യേക ഭംഗി ഇതിൻ്റെ ഈ വാളിന് കിട്ടും. ഈ ട്രിക്ക് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ വീടിന് നല്ല കാഴ്ചയുണ്ടാവും, എലിവേഷൻ ഉയർന്നതായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിൽ പലരും ചിലപ്പോൾ ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നുണ്ടാകില്ല. അതുകൊണ്ട് തീർച്ചയായും ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.